നമസ്കാരം. ലോക രാജ്യങ്ങളോട് മുഴുവൻ ഇടയുമ്പോഴും ഇന്ത്യയോട് ഇഴയടുപ്പം കാത്തു സൂക്ഷിക്കാൻ ഒരുങ്ങിയാണ് ട്രംപിന്റെ മുന്നോട്ട് പോകും. മോദിയോട് നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ട, സൗഹൃദം മതി എന്ന നിലപാടിലാണ് അമേരിക്ക. മോദിയുടെ ഉറച്ച നിലപാടുകളുള്ള ഭയവും ഉറപ്പും ട്രംപിനും ഉണ്ടെന്ന് ഉറപ്പാണ്. മോദി അമേരിക്കയുമായുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വിമർശിച്ചവർ ഒക്കെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ പെട്ടുപോകുമോ എന്ന് ഉറ്റുനോക്കിയപ്പോൾ മോദി നെഞ്ചും വിരിച്ചു നിന്ന് ഇന്ത്യ ഇതൊന്നും തൊടില്ല എന്ന് പറഞ്ഞത് കേട്ട് കോരിത്തരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഇന്ത്യ പാക് ഇടപെടലിനെ കുറിച്ചുള്ള തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതിനെതിരെ മോദി മിണ്ടാത്തതും മിണ്ടിയപ്പോൾ അത് കുറഞ്ഞു പോയതുമൊക്കെ കോൺഗ്രസിനുൾപ്പെടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ അത്തരം ആരോപണങ്ങളുടെ ഒക്കെ വായടപ്പിച്ചുകൊണ്ട് വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് അമേരിക്കയുടെ കൈപിടിക്കുകയാണ് ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പടിപടിയായി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ US. ഏപ്രിൽ വരെ US ഇറക്കുമതിയിൽ 270% വർധനമാണ് ഉണ്ടായത്. ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ 6.31 ദശലക്ഷം ക്രൂഡ് ഓയിലാണ് ഇന്ത്യ US-ൽ നിന്നും ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1.69 ദശലക്ഷം ടണ്ണായിരുന്നു. ഇതോടെ US-ൽ നിന്നുള്ള ഇറക്കുമതി 7% ഉയർന്നു. കഴിഞ്ഞ വർഷം വെറും 2% മാത്രമായിരുന്നു. ചരക്ക് വ്യാപാരത്തിലെ കുറവ് പരിഹരിക്കുന്നതിനായി US-ൽ നിന്ന് ഇറക്കുമതി ഇനിയും വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള കാറുകൾ, പ്രതിരോധ ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നിടാനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. US-ഉമായുള്ള ഊർജ്ജ വ്യാപാരം വിപുലീകരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്നാണ് പുതിയ വിലയിരുത്തലുകൾ. മാത്രമല്ല, ഇത്തരത്തിൽ US-ൽ നിന്നും കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് സ്വന്തം വിപണി സുരക്ഷിതമാക്കാൻ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വില കുറച്ചു നൽകാൻ മറ്റു രാജ്യങ്ങളെ നിർബന്ധിതരാക്കുകയും ചെയ്യും. നേരത്തെ യുക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ US-ഉം മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് തങ്ങളുടെ വിപണി കണ്ടെത്താൻ എണ്ണവില കുറച്ചു നൽകാൻ റഷ്യയെ ഇത് പ്രേരിപ്പിച്ചു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് വളരെ വിലക്കുറവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ലഭിക്കാൻ ഇത് സഹായിച്ചിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി ഉയർന്നിരുന്നു. ലോകത്തിന്റെ പ്രധാന ഊർജ്ജപാതയാണിത്. ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ഈ മാർഗമാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഈ മാർഗം വഴി അല്ലാതെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കൂടുതലായി എണ്ണ ഇറക്കുമതി ചെയ്യാൻ സാധിച്ചാൽ അത് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ ഗുണകരമായിരിക്കും. രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 88% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഉയർന്ന ഇറക്കുമതി ആശ്രയത്വവും വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ഉപഭോഗവും എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ പ്രധാന വിപണിയാക്കി ഇന്ത്യയെ മാറ്റുന്നു. ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു. US-ൽ നിന്നുള്ള ഇറക്കുമതി $15 ബില്യൺ 25 ബില്യൺ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് US പരിശോധിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ 4ാം സ്ഥാനത്തായിരുന്നു US. എന്നാൽ റഷ്യയുടെ വരവോടെ US 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. US-ന്റെ കുതിപ്പ് നിലവിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന UAE-ക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ആദ്യ സ്ഥാനത്ത് റഷ്യയാണ്. സൗദിയും ഇറാഖുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വരുന്നത്. US-ന്റെ കുതിപ്പ് വരും നാളുകളിൽ ആർക്കാവും കൂടുതൽ പ്രഹരമാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണെങ്കിലും US-ഉം ഇന്ത്യയും തമ്മിൽ കൈകോർക്കുന്നത് ഇന്ത്യക്ക് വലിയ ഉപകാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കുമെന്നും ഇതിന് നരേന്ദ്രമോദി സർക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നും ഓർമ്മിക്കേണ്ടതാണ്.